ഗൈസ് തുടങ്ങി. പോയിട്ട് അമ്മ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഓക്കെ ബൈ. നോക്കാം. ടാറ്റ. ഞങ്ങൾ വളാഞ്ചേരി പോവാണ് ഗൈസ്. നമ്മൾ എന്താണ് സാധനം മേടിക്കണം. അപ്പോൾ പൂജ കുളിച്ചു, ഞാൻ കുളിച്ചിട്ടില്ല. നല്ല കുട്ടി. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ആകെ ഓള് തിരുമ്പൽ മാത്രം തിരുമ്പി, അത്ര തന്നെ ഉള്ളൂ. ഈ പനിയൊക്കെ കഴിഞ്ഞു. ഞാൻ വെള്ളം കഴിഞ്ഞ പോലെ ഒന്നും ചെയ്യില്ല ഗൈസ്. ഉള്ളോടായി ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരണം. അതിന് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ഇടണം കേട്ടോ. എന്നാൽ ഞാൻ രക്ഷപ്പെടും. എന്താ പറയുക അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ വന്നാൽ കുളിക്കും ഗൈസ്. ഞാൻ ഇവിടെ പോലെ ഒരു ദിവസം 3 പ്രാവശ്യം കുളിക്കും. മനസ്സിലാണ്ട അച്ഛൻ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോട്ടെ. നല്ല മഴ ഉണ്ട്. കുടല്ല. കുട നമ്മൾ വണ്ടിയിൽ വെച്ച് മറന്നു പോയി. അറിഞ്ഞാലും സീനൊന്നുമില്ല. ഞാൻ കുളിച്ചിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും കൈ നല്ല കടച്ചിലായി, പെയിനുള്ള കയ്യോ ഞാൻ പിടിച്ചുതരാം. അപ്പോൾ ഇവള് അങ്ങനെയല്ല നടക്ക്. എന്താ ഇവിടെ നിന്നിട്ട് ഒന്ന് പോകുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞാൽ അവളെപ്പോഴെങ്കിലല്ലേ കുളിക്കാറുള്ളൂ. ഞാൻ പിന്നെ അങ്ങനെയല്ലല്ലോ. അപ്പം അതുകൊണ്ട് അയ്യോ എൻ്റെ കൈ കടയുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് വരണം. അമ്മയ്ക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. നമുക്കും ഉണ്ട് വീട്ടിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരും കൂടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. ഞാൻ സ്വാഗതം പറഞ്ഞില്ല അല്ലേ. നമ്മൾ വളാഞ്ചേരി പോയിട്ട് വരാം. നിങ്ങളും പോരൂട്ടോ വളാഞ്ചേരിക്കും. ഇവിടെ മാർക്കറ്റൊക്കെ കാണിച്ചു തരാം, മാർക്കറ്റിൽ പോകുന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഈ മഴയത്ത് ഇങ്ങനെ പോയിട്ട് വരാം. കുട ഇല്ലാത്തതുകൊണ്ട് ഷെയ്ക്കാകുമ്പോൾ നമുക്ക് ബോറടിക്കും. അവിടെ നിൽക്കും പൂജ. അപ്പം നമ്മൾ ഇങ്ങനെ താരാപേര പോയിട്ട് വരും. ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ചു. നല്ല സുഖമുണ്ട് വെയിലില്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ പോയിട്ട് തക്കം പിത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് വരാം. നടുപ്പാടത്തുനിന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഓടും. നമ്മൾ അന്നാൾ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിയ പോലെ ഓടേണ്ടി വരും. എന്തായാലും പോയേച്ചും വരാം. ബാ. എന്തൊരു വേണം വേണ്ടാച്ചിട്ടുള്ള നടത്താം. ഇഷ്ടംപോലെ മയിലുണ്ട് ഗൈസ്. കാണാൻ പറ്റുമോ? കാണുന്നുണ്ടോ പൂജ? അങ്ങനെ കാണൂല അല്ലേ. മഴ പെയ്തു. മയിലുകളുണ്ട് ഇവിടെ ഇഷ്ടംപോലെ. മരത്തിൻ്റെ മേലെ. അതൊരു കാണില്ല കേട്ടോ. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കിട്ടണം. പക്ഷെ കാണാനില്ല. ഇവിടെയാണ് അതിൻ്റെയൊക്കെ വീട് തോന്നുന്നുണ്ട്. എല്ലാം കൂടെ വരും അങ്ങോട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട്. പുച്ഛഭാവായി പെണ്ണിനല്ലേ ഗൈസ്. ആറ്റിറ്റ്യൂഡല്ല, പുച്ഛം. ചിരിക്കില്ല കുട്ടി. അപ്പോൾ ഇത് മഴ കൊണ്ടുപോയി ഞങ്ങൾക്കൊരു കുത്തിര അല്ലാത്തതുകൊണ്ട് കട കയറി നോക്കും. എന്നിട്ട് വണ്ടിക്ക് പൈസ കൊടുക്കാണ്ടായില്ല. എന്നിട്ട് അവിടെ ഗൂഗിൾ പേ കൊടുത്തിട്ട് ആയിട്ടെൻ്റെ ക്യാഷ് മേടിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് ഗൈസ്. ആറ്റിറ്റ്യൂഡ് വ്യക്തി. പൂജുവിൻ്റെ പോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കണോക്കാം. കണ്ടോ? ഇന്ന് എന്നെ കണ്ടല്ലോ. എന്നെ കണ്ട മെയിൻ്റില്ലായിരുന്നു. മെയിൻ്റാക്കി. ഗൈസ് ഇഷ്ടം പോലെ മൈനുണ്ട് ഇവിടെ. ഇന്ന് എനിക്ക് സന്തോഷം. പൊട്ട വണ്ടി വിളിച്ചിട്ട് ലോറി വിളിച്ചിട്ട് വരും. മൊത്തം ഇരുട്ട് മൈനേന്ന് 2 മൈനെ. എന്തിപ്പോൾ ഞാൻ ചെയ്യാന്നാ. പൂജൻ്റെ പുക നോക്കൂ. എന്തോ പൂജൻ്റെ ടൈറ്റ് ഞാൻ പറഞ്ഞു. ടൈറ്റ് പേര് പൂജ എന്നോട് ഇപ്പോഴും പറയും മോളെന്താ യൂട്യൂബിൽ എൻ്റെ ടൈറ്റ് പേര് പറയാത്തത്. ഞാൻ ഇന്നും രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും പറയുന്നു. ഇന്നലെ ഗൈസ് ഞാൻ മത്തിച്ചോറ് കഴിച്ചിട്ട് കടിച്ചു. ടേസ്റ്റ് കൊണ്ട് നമ്മൾ വായ കൂട്ടി കടിക്കൂലേ, അങ്ങനെ അത്രയും ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ആ ഷോർട്സ് പോയി കാണണം കേട്ടോ. മത്തി വറുത്തത് കിടു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു ചെറിയൊരു പിരിലൂസ് ഉണ്ട്. പിന്നെ ഗൈസ് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇതാണ് തളർത്തു. ഇങ്ങോട്ട് തായോ ഗൈസ്. എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അവിടെ ചോളത്തിൻ്റെ ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഗൈസ് കണ്ടോ, അവിടെയൊക്കെ കൃഷിയുണ്ട്. ഇവിടെ പയറുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം പോയി ചോദിച്ചു നോക്കണം. ഇവിടെ മൊത്തം ഇതാണ്ടോ കണ്ണൻകുട്ടി കളിക്കണേ പാടം. നമ്മളന്ന് കാണിച്ചില്ല. ഇവിടെയൊക്കെ വെള്ളമായിട്ടോ. ഇനി ഇത് കൂടെ വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ വരമ്പും മൊത്തം
വെള്ളത്തിലാവും. നമ്മുടെ ജീവിതം പോലെ ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. ഒരു പൊടിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല. എനിക്ക് വിഷമാ ഗൈസ്, എനിക്ക് ഡിപ്രഷനാ. എന്തുകൊണ്ടാ അറിയോ? എന്തുകൊണ്ടാ ചോദിക്കൂ പൂജോ? ഇത് ചോദിക്കൂ. പറ്റുമ്പോഴല്ലേ? കുറെ സമയം എടുക്കുമല്ലോ. എന്തിനും സമയം എടുക്കും എത്ര പെട്ടെന്ന്. അതല്ല ഞാൻ പറയാം, എനിക്ക് ഡിപ്രഷനാണ്. എന്താ ചോദിക്കേ? എനിക്ക് സ്കൂൾ തുറക്കുമ്പോൾ പൂജുവിനെ മിസ് ചെയ്യും ഗൈസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒട്ടുമിക്കതും പൂജുവിനെ ഞാൻ ലീവാക്കിപ്പിക്കും ഗൈസ്. ഇനി പൂജുവിൻ്റെ ടീച്ചേഴ്സ് എങ്ങാനും കേൾക്കുന്നുണ്ടെങ്കിൽ വെരി വെരി സോറി. ഇനി ഞാൻ ആവർത്തിക്കില്ല. എനിക്ക് സങ്കടം വരും, ഞാൻ കരയും. എനിക്ക് പെരുമഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ആവണ പോലെ തോന്നും എനിക്ക്. അപ്പം ഞാൻ കരയും. പൂജൊന്നും പറയാം, പൂജ മാറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് ഞാനായിട്ട് കള്ളക്കരച്ചിൽ കയറി. കള്ളക്കരച്ചിലൊന്നുമല്ല കേട്ടോ, എനിക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെ ഞാൻ ഒറ്റപ്പെടുന്ന പോലെയൊക്കെ തോന്നും ഗൈസ്. പൂജ ഇടയ്ക്കൊരു അപ്പോൾ പൂജ അങ്ങനെ ഞാൻ പൂജനെ ഒരുപാട് ലീവ് ആക്കിച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ നല്ല അമ്മമാർ, ഇങ്ങനെയുള്ളൊരു സൈക്കോ മൈൻഡുള്ള അമ്മമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനലിൽ അങ്ങനെയുള്ള അമ്മമാരൊന്നും ഉണ്ടാവില്ല. അയ്യോ, എല്ലാവരും നല്ലതായിരിക്കും. അയ്യോ, കൈ കടയുന്നു. നമ്മൾ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ടേ വലിയ പാടാ. വർത്താനം പറഞ്ഞ് ചടപ്പിക്കണില്ലേ, നമുക്ക് വേഗം പോവാം. ഇങ്ങനെ ഇന്ന് കുറേ സംസാരിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്ന മൂടുള്ള ദിവസം. അപ്പോൾ ഇന്നാണെങ്കിൽ ലൈവ് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇപ്പം തന്നെ സമയമായി. ഇനി വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കി വരുമ്പോഴേക്ക് സമയം കഴിയില്ലേ. അപ്പോൾ പോട്ടെ, അടുത്ത മഴ വരുന്നുണ്ട്, പോയിട്ട് വരാം. കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുളമംഗലത്ത് എത്തിയപ്പോഴേക്കും നമുക്ക് വേഗം ഓട്ടോ ഒക്കെ കിട്ടി. അതാ ഓട്ടോയിൽ കയറിയിട്ട് ഇനി വേഗം വളാഞ്ചേരി എത്തിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണൻകുട്ടിയും പൂജിറ്റിയാണ് കേട്ടോ. ഇവരല്ലാണ്ട് എനിക്ക് വേറെ ആരും ഇപ്പോൾ ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തും പറയാം, അവർക്ക് എന്തും എന്നോട് പറയാം. നമുക്ക് അങ്ങനെ ഒരു അമ്മ കുട്ടികളെക്കാട്ടിലും കൂടുതലൊരു ഫ്രണ്ട്ലി മൂഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ ഇവരുടെ കൂടെ നടക്കുമ്പോൾ ഇന്നതേ പറയാവൂ, ഇന്നതേ ചെയ്യാവൂ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു വരമ്പില്ല, അതിർവരമ്പില്ലാത്തതുകൊണ്ട് സൂപ്പറായിട്ട് ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിലും ആരെങ്കിലും ഒരാൾ കൂടെ അല്ലാണ്ട് ഞാൻ പുറത്തേക്ക് പോവില്ല എന്നുള്ളതല്ല, കൂടെ ഉണ്ടാകുമ്പോൾ ഓക്കെയാണ്, നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പോകാറുണ്ട്. അങ്ങനെ നമ്മൾ വളാഞ്ചേരി എത്തിയിട്ട് വേഗം പലചരക്കും പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് ചിക്കൻ കടയിൽ പോയിട്ട് നമുക്ക് ചിക്കനും കൊണ്ട് ഓർഡർ ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കണമല്ലോ ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടിയിട്ട് വേണം അടുത്ത കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പച്ചന് പിന്നെ ആ മഴ ഉണ്ട്. ഈ മഴ കൊണ്ടിട്ട് പോണത് മഴ കൊള്ളാനുള്ള പൂതി കൊണ്ടൊന്നല്ല, എല്ലാവർക്കും മഴ കൊള്ളാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അതുപോലെ ഞങ്ങൾക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ കുട നമ്മൾ വണ്ടിയിൽ വെച്ച് മറന്നു, ഓട്ടോയിൽ വെച്ച് മറന്നു. അപ്പോൾ അത് ഏത് കുടയാണെങ്കിലും ആരാണെങ്കിലും ഈ കുട മറക്കൽ സ്ഥിരമാണ് കേട്ടോ. ഞാൻ അങ്ങനെ മറന്നു വെക്കാറോ കളയാറോ ഇല്ലേ. കുട്ടികളുടെ കയ്യിലാകുമ്പോൾ അവരങ്ങനെ മറന്നു പോരും. ഷാജോട്ടിനും കൊണ്ടേ കളയും. ഇവരാണ് കുടയുടെ മെയിൻ കളയണ ആൾക്കാർ കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ മേടിച്ചിട്ട് ഇനി നമ്മൾ പോണത് PK വൈദ്യർ അവിടെയാണ് കേട്ടോ. അതാണ് നമ്മുടെ വളാഞ്ചേരി മാർക്കറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ കാണിച്ചതൊക്കെ. മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചിക്കൻ മേടിച്ചത്. അങ്ങനെ PK വൈദ്യർ അവിടെ പോയിട്ട് അമ്മയ്ക്ക് കുഴമ്പും കാര്യം വാങ്ങി നേരെ വെച്ച് പിടിച്ചു നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ. കേക്ക് നമ്മൾ സാധനമൊക്കെ വാങ്ങി വന്നു. നല്ല മഴ, ഇന്ന് ഒരുപാട് മഴ കൊണ്ട ദിവസമാണ് കേട്ടോ. നമുക്ക് വേഗം പോയിട്ട് ഫുഡ് ഉണ്ടാക്കാം. മമ്മി ഞങ്ങൾ വന്നു. എന്തേ വന്നു എന്ന് ചോദിച്ചേ. ഞാൻ കണ്ണൻകുട്ടിയോടെ വീഡിയോ കാണുന്നുണ്ട് കണ്ടോ. ഈ മഴ കണ്ടായിട്ടാണ് ഞങ്ങൾ ഈ മഴയത്ത് പോയത്. മഴ കൊണ്ടു ഒരുപാട്. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ബൈ. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ടപ്പേന്ന് ഒതുക്കി വെക്കാം കേട്ടോ. ഒരു നാളികേരം വാങ്ങി ഇതൊക്കെ 37 രൂപയ്ക്ക് എങ്ങാണ്ടല്ലോ ഒരു നാളികേരത്തിന് കേട്ടോ. ഇത് ബാർലിപ്പൊടി അമ്മ പറഞ്ഞിട്ട് വാങ്ങിയതാ. ഈ ഇൻഫെക്ഷൻ മൂത്രപ്പഴുപ്പ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ വെള്ളം കലക്കി കുടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ കുട്ടി ബാർലി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചു. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. കപ്പ വെച്ചിട്ടുണ്ട്, കുറച്ച് സുർക്ക, പിന്നെ എന്താ പപ്പടം, ചിക്കൻ പൊടി ഉണ്ടാക്കണം. വേണ്ട, അച്ചാർപ്പൊടി ഒന്നും വേണ്ടണ്ട. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുപൊടി. ഞാൻ ഇത് വാങ്ങിയമ്മ ചെറുനാരങ്ങ വാങ്ങിയിട്ട് നമുക്ക് അച്ചാറിടാൻ വേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പിന്നെ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് ഇതെല്ലാവരും കൂടെ ഉണ്ടാക്കാം അല്ലേ. ഓക്കെ. അമ്മയ്ക്ക് പൊട്ടുകടല വാങ്ങിയിട്ട് നമുക്ക് നല്ല ഇഷ്ടമല്ല. എൻ്റെ മമ്മി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണേ. എന്നിട്ട് നമുക്ക് വേഗം അങ്ങോട്ട് ചിക്കൻ ആവാൻ വേണ്ടിയ പണിയാണ്. ഓക്കെ. ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് വേഗം ചിക്കൻ ഉണ്ട് നമുക്കൊന്ന് സുർക്കയിൽ ഇട്ടേക്കണം. ഉള്ളി ഇതൊക്കെ ആക്കുമ്പോഴേക്കും ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കാം. ഉച്ച കഴിഞ്ഞിട്ടുണ്ടാക്കാം അച്ചാറും കാര്യങ്ങളൊക്കെ. ചിക്കനിൽ കുറച്ച് സുർക്കയിൽ ഇതാക്കി എടുത്തേക്കാം. നേരം വൈകി നേരത്തെ പിന്നെ കൂടെ ചെയ്യുമ്പോൾ വേഗം കൂടിയാലും പ്രശ്നം. ഈ കവർ നമുക്ക് കഴുകിയിട്ട് ചേച്ചിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം.
ചിക്കനിൽ വെള്ളം ഒഴിച്ചിട്ടേ കുറച്ച് നേരം സുർക്കയോ മഞ്ഞപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് വെക്കും അതിൻ്റെ ഒരു ഉളുമ്പ് വാസന പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വേഗം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കാം അല്ലേ പൂജിത്തെ? ആ എടുക്കുണ്ടാക്കാം. ഒരു മിനിറ്റ് നമുക്ക് ഒരു പ്ലേറ്റ് വെക്കണം. കൊണ്ടുവന്ന സാധനങ്ങൾ കൈയോടെ ഒതുക്കി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. പിന്നെ അത് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതെല്ലാം ഒരുക്കി പെറുക്കി വെച്ചിട്ട് നമുക്ക് അരിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി ടപ്പേന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമുക്ക് ടൈം പോണതൊന്നും അറിയണില്ല കേട്ടോ. വെയിലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഈ മഴക്കാലം. പറഞ്ഞാൽ ഈ സങ്കടം കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് വലിയ ഇടങ്ങേറാണ്, ഈ മൂടി പിടിച്ച് അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് വേനൽക്കാലത്തിനേക്കാട്ടിലും ഇഷ്ടം വർഷക്കാലമാണ്. പക്ഷേ എല്ലാവരും സേഫായിട്ടിരിക്കണം. നമ്മുടെ എല്ലായിടത്തും മഴയും കാര്യങ്ങളും വെള്ളപ്പൊക്കവും ഈ പറഞ്ഞ പോലെ ഇടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ പേടിയാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തോട്ടിൽ കുളത്തിൽ വേറെ എവിടെയെങ്കിലും പുഴയിലേക്കൊക്കെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോഴത്തെ ഒരു ചോരത്തിളപ്പിൽ അവർക്ക് തോന്നും ഇല്ല നമുക്ക് നീന്തി കയറാൻ പറ്റും എന്നൊക്കെ. ഒരിക്കലും ഈ മഴ ടൈമിൽ പിള്ളേരിൻ്റെ കണ്ണനോട് 100 പ്രാവശ്യം പറയും കണ്ടാൽ ഞാൻ അറിയാണ്ട് പോകരുത് കേട്ടോ എന്ന്. എനിക്ക് അത്രയും പേടിയാട്ടോ ഈ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ. പിള്ളേർക്ക് നീന്താൻ അറിയാമെങ്കിൽ കൂടെ ഈ പുഴയിലൊക്കെ പോകുമ്പോൾ അവർക്ക് നീന്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ തോട്ടിലും കുളത്തിൻ്റെ പോലെ ആവില്ലല്ലോ. അപ്പോൾ ആ ഒരു പേടി എനിക്ക് ഈ വർഷകാലത്ത് ഈ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വലിയ പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ കണ്ണൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ കുളത്തിൽ വന്ന് ചാടിയിട്ട് ക്ലാസ് ടീച്ചർ വിളിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം അറിയാം കേട്ടോ. അവൻ കുളത്തിൽ ചാടി പിള്ളേർ വന്നിരുന്നു എന്നറിയും. പക്ഷേ കുട്ടികൾ വീട്ടിൽ പറയാതെ വന്നതെന്നുള്ളത് ടീച്ചർ പറഞ്ഞാലാവും ഞാനറിയാം. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഏത് കുട്ടികളാണെങ്കിലും നമ്മൾ ഈ ഒരു സമയത്ത് വലിയ പേടിയല്ലേ. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ വെല്ലുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചു. ഇനി വേഗം ഈ ഒരു അരിക്കലും പെറിച്ചിലും അരിയലും പെറുക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു. 1 മുതൽ എല്ലാം വാങ്ങിക്കൊടുന്ന് ചെയ്യാൻ കാരണം കുറച്ച് സമയം പിടിച്ചു കേട്ടോ. പിന്നെ ചിക്കൻ ഞാനിതാ സുർക്കയിലിട്ട് വെച്ചായിരുന്നു. സുർക്കയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് പോവും, സംഭവം ശരിയാണ്. പക്ഷേ ആ ഒരു ഉളുമ്പ് മണം മാറും. മഞ്ഞൾപ്പൊടിയും ഈ ഒരു സുർക്ക ഇട്ട് വെച്ച് എനിക്കതൊരു ഞാനിപ്പോൾ ഒരു 5-8 പ്രാവശ്യമൊക്കെ കഴുകൂട്ടോ. എനിക്ക് നാലൊരു വൃത്തി തോന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് മഴക്കാലമായാൽ ഒരു വൃത്തി ഇങ്ങോട്ട് തോന്നില്ല എത്ര ചെയ്താലും. സ്വതവേ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുള്ള. പക്ഷേ മഴക്കാലമാകുമ്പോൾ നമുക്ക് ചുറ്റുപുറമൊക്കെ ഒരു സുഖമില്ലായ്മ തോന്നും. മഴയൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ അരിയലും പെറുക്കലും ചിക്കൻ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി വെച്ചു. അതങ്ങനെ മൂക്കണ സമയം കൊണ്ട് അപ്പുറത്ത് നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് പയർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് 2 പച്ചമുളകും മൂത്ത ശേഷം നമ്മുടെ പയർ അതിലേക്ക് ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വേപ്പിലിട്ടിട്ട് അടച്ചങ്ങോട്ട് വെച്ചു. അതിൽ വെള്ളമോ കാര്യമോ ഒന്നും ഒഴിക്കേണ്ട, ഉള്ളിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ആ എണ്ണയിൽ കിടന്ന് അങ്ങനെ മൂത്ത് വരണം. ആ സമയം കൊണ്ട് നമ്മുടെ വെല്ലുള്ളി അങ്ങോട്ട് മൂത്തു, സവാള മൂത്തു, അതും ഇങ്ങോട്ട് വറുത്ത് കോരി വെച്ചു. എന്നിട്ട് കുറച്ച് സവാള ഒരു സവാള ഒരു വലിയൊരു സവാള ഉണ്ട്, അതങ്ങോട്ട് ചട്ടിയിലിട്ട് മൂപ്പിക്കാൻ ആ എണ്ണയിൽ തന്നെ നമ്മൾ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ. വേറെ വഴറ്റാൻ വേണ്ടിയിട്ട് അതിട്ടു. അതിൻ്റെ കൂടെ ഒന്ന് വഴണ്ട് വരുമ്പോഴാണ് നമ്മൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്തൊരു ബ്രൗൺ കളറാകുമ്പോഴാണ് പിന്നെ നമ്മൾ തക്കാളിയൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അധികം കൂടുതലായതുകൊണ്ട് ഞാൻ ബാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. നമുക്ക് ഇനി മീനൊക്കെ കൊണ്ടുവരുമ്പോൾ പിറ്റേ ദിവസത്തിന് എടുക്കാമല്ലോ, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇടാം. അത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി വെച്ചത്. ഈ നുള്ളി പെറുക്കി എടുക്കുന്നത് നാളേക്ക് ഒരു കറി, നാളെ വെക്കില്ല മറ്റന്നേക്ക്. ഇപ്പം ഇന്ന് നമ്മൾ ചിക്കൻ കൊടുന്ന ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കും, പിറ്റേ ദിവസം നമ്മൾ എടുക്കും അങ്ങനെ. അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇത് എനിക്ക് മാറ്റി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം. ഇവിടെ ചിക്കൻ കൊടുന്ന 2 ദിവസമെങ്കിലും നമ്മൾ കൂട്ടണ്ടേ. ഇവിടെ പിന്നെ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, നമ്മൾ 3 പേരല്ലേ കഴിക്കുള്ളൂ. അമ്മയൊക്കെ ഒരു കഷ്ണം കഴിച്ചു, അത്രയേ ഉള്ളൂ. ഷാജിട്ട് പിന്നെ തൊടുമില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ അതൊന്നും മാറ്റി വെക്കും കേട്ടോ. നമ്മൾ പിറ്റേ ദിവസം എല്ലാവരും പിറ്റേ ദിവസത്തിന് ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ ഉപ്പേരിയിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചിട്ട് അങ്ങനെ മൂത്ത് കിടക്കട്ടെ. നമ്മുടെ ഇഞ്ചിയും തക്കാളിയും വെളുത്തുള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ വാടി വന്നപ്പോൾ അതിനകത്തേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി. ഈ പയറിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്നിട്ടുള്ള ഒരു നുള്ള അതിലേക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. നല്ല രസമാണ്. അങ്ങനെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ചെമ്മീൻ, നമ്മുടെ പയറിൻ്റെ കൂടെ ചെമ്മീനും കൂടെ വെക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് സൂപ്പറാണ്. ഇപ്പോൾ ചെമ്മീൻ കിട്ടാനുമില്ല, കിട്ടണത് നല്ല വിലയുണ്ട്. നമുക്കിനി കിട്ടുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ ചിക്കൻ അങ്ങോട്ട് തട്ടി കൊടുത്തു. എന്നിട്ട് ഇളക്കി മറിച്ച് യോജിപ്പിച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെക്കുക. അതങ്ങനെ ആ ഒരു സിമ്പിൾ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമ്മുടെ പയറുപ്പേരിയൊക്കെ റെഡിയായി ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെക്കുകയും ചെയ്തു കേട്ടോ. നല്ല മഴയാണ് ഗൈസ്, കണ്ടാ എപ്പോൾ തുടങ്ങിയ മഴയെന്നറിയോ. കണ്ടുപോയി എന്താ കണ്ണുണ്ടോടെ കറണ്ട്. എല്ലാവർക്കും ജലദോഷം ഉണ്ട്. പക്ഷേ പാടത്ത് ഇന്നലെ കണ്ടില്ല, എല്ലാവരും പാടത്താണ്. അവൻ്റെ കളി മൊത്തം മഴയത്തൊക്കെ അതിൻ്റെയാണ് കേട്ടോ.
കറണ്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ കറി ഞാൻ എങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് കാണിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ തലയൊക്കെ ഉണ്ടോ ഇങ്ങനെ അറിയില്ല. വരുമോ നോക്കാം. അതാവുമ്പോൾ എന്ത് മഴയെ നോക്കി കണ്ടാ, മഴക്കാലമായി ഗായ്സ്. ഇതാണ് എൻ്റെ കണ്ണൻ കൊണ്ടായി. അടുത്ത കൊല്ലം 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയണ്ടേ? അടുത്ത കൊല്ലം അല്ല, ഈ കൊല്ലമല്ല റിസൾട്ട് വരിക, അടുത്ത കൊല്ലമല്ലേ റിസൾട്ട് വരിക. ആന്ന് കറണ്ട് വരും നോക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ, കഴിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ കറി ആയിട്ട് വേണം കഴിക്കാൻ. നല്ല മഴയാണ്, നല്ല രസമാണ്. മൂടി പൊതിച്ച് കിടന്നുറങ്ങണമെങ്കിൽ ചൂടുള്ള ചിക്കൻ കറി ചോറും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നേരമില്ല. ഒച്ചുണ്ടാക്കല്ലേ, കിടന്നുറങ്ങാൻ നേരമില്ല. നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. മഴയത്ത് കേൾക്കുന്നുണ്ടാവില്ല സൗണ്ട്. ഇത് ചിക്കൻ കറിയായിട്ട് മാവുണ്ടെന്ന് കാണാവേ. പോയ കറണ്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ ടൈമിൽ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. നമ്മൾ ഫ്ലാഷൊക്കെ അടിച്ചിട്ട് ചിക്കൻ കറിയുടെ പരിപാടിക്ക് നിൽക്കുക. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു. ചിക്കനൊക്കെ വെന്ത് കുറുകി ഇങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സവാളല്ലേ, അതും കൂടെ ഇട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളൂ. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നെയ്ച്ചോറിലേക്ക് സെറ്റാണ് കേട്ടോ. ചപ്പാത്തിയിലേക്കൊക്കെ അടിപൊളിയാണ്. നമ്മളിവിടെ ചോറിലേക്കാണ് കൂട്ടുന്നത്. എല്ലാത്തേക്കും അടിപൊളിയാണെങ്കിൽ കൂടെ നെയ്ച്ചോറിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇതങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് സീനാക്കി വെച്ച് അടച്ച് വെക്കുക. വെള്ളം അധികം ആവരുത് കേട്ടോ. ഗ്രേവി ടൈപ്പിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റേജാണ് അടിപൊളിയായിട്ട്. അപ്പോൾ അത് അങ്ങോട്ട് സിമ്മിലേക്ക് ആക്കി അപ്പുറത്ത് സ്റ്റവിലേക്ക് വെച്ചിട്ട് നമുക്കൊരു 3-4 പപ്പടം കൂടെ കാച്ചിയെടുക്കുക. അതിൻ്റെ കൂടെ പപ്പടം കൂടെ വരുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ അതും കൂടെ കാച്ചാം. പോയ കറണ്ട് ഏത് സമയത്താണ് വരാമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേഗം മാമുണ്ണാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അമ്മയ്ക്ക് ഇപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കടലിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ കഴിക്കാനുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിച്ച് വന്നു കേട്ടോ. നമ്മൾ പുറത്ത് പോയപ്പോൾ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും കണ്ടും കുട്ടികളെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പൂജിട്ടി ഇതൊക്കെ ഇതവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ട് അവൾ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.